സത്യത്തിൽ ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ കളിക്കുന്നത് മോശം കളിയാണ്, ചീപ്പ് കളിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി കേസ് തന്നെയാണ്. സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്ത പത്രപ്രവർത്തക, അല്ലെങ്കിൽ പരാതി പത്രപ്രവർത്തക കൊണ്ട് കൊടുപ്പിച്ചു. പിന്നെ അവരാകെ കുടുങ്ങിയിട്ടും സുരേഷ് ഗോപി വീണ്ടും നടക്കാവിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു. അത് അങ്ങനെ തന്നെ ഒതുങ്ങിപ്പോകും എന്നൊക്കെ കരുതിയിരുന്നതാണ്. കാരണം കുറ്റകൃത്യം എന്താണ് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ഇനി കാണാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല, അതെല്ലാവരും കണ്ടതാണ്. എന്നിട്ടും വെറും തറപ്പണിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രിക്കും ചേർന്നൊരു പണിയല്ല അത്. ആ പത്രപ്രവർത്തകയെ സുരേഷ് ഗോപി മോശമായി പറഞ്ഞിട്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം 2 വർഷത്തോളം അവർ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് നല്ലൊരു ബന്ധം സൂക്ഷിച്ച് മറ്റ് പത്രപ്രവർത്തകർക്ക് കൂടുതൽ നല്ലൊരു ബന്ധം അവിടെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതൊക്കെ നോക്കാം മോളെ എന്ന് പറഞ്ഞ തോളത്ത് ഒന്ന് കൈവച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള വനിതാ പത്രപ്രവർത്തകരടക്കം ഒരുപാട് പേർ, റിപ്പോർട്ടർമാരടക്കം ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആരും മേളിൽ കൈവച്ചില്ല. കാരണം ഇവരുമായിട്ടൊരു വാത്സല്യം, ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം പരാതി കൊടുക്കാൻ തയ്യാറാകാത്തതും പിന്നെ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി പരാതി കൊടുക്കാൻ നിർബന്ധിതയായിരുന്നു. എന്നാൽ അത് അവിടെ തീരേണ്ടതാണ്. നടക്കാവ് പോലീസ് മാനം രക്ഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അത് വലിയ പ്രതിഷേധമൊക്കെ ആയി. അവസാനം നോട്ടീസ് കൊടുത്ത് വെറുതെ വിട്ടു. അതും ശരി. ഇപ്പൊ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തെണ്ടിത്തരം എന്ന് പറയുന്നത്. അത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, രാഷ്ട്രീയ വിരോധം എന്ന് പറയാം. പക്ഷെ രണ്ടാമത്തത്, പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വെറും തറവേല, വെറും ചീപ്പ് വേലയായിപ്പോയി. ഒന്ന്, സുരേഷ് ഗോപി എന്ന വ്യക്തി, അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രുതി വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും തൃശ്ശൂരിൽ നിന്ന് തടയിടണം. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തീയതി തൃശ്ശൂർ വരുമ്പോൾ അതിനു മുമ്പ് സുരേഷ് ഗോപിയെ അവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള വകുപ്പ് ചെയ്യണം. അതായത് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി വരാൻ പാടില്ല. അതിനുവേണ്ടി കളിക്കുന്ന ഒരു ആസൂത്രിത നാടകം, അതിനെ രാഷ്ട്രീയമെന്ന് നമുക്ക് വിളിക്കാം. ഇടതുപക്ഷത്തിന്റെ നിലവിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അതൊരു സാധാരണ കാര്യമായിട്ട് വിലയിരുത്തേണ്ടതുള്ളൂ. എന്നാൽ നാരേ കളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ഈ ജനുവരിയിൽ. ആ വിവാഹത്തിന് മുന്നോടിയായിട്ട് അതിന്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാറിയ കളി കളിക്കുന്നത് അത് വളരെ മോശമാണ്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ഒരു പ്രദേശത്തിന് പിണറായി എന്നാണ് പേര്. ഇതിപ്പോ പലരും പിണനാറി എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് മോശമായി സംസാരിക്കുക, അവഹേളിക്കുക എന്നതൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നാൽ അത് ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു മോശമാണ്. ഇവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ താറടിച്ച് കാട്ടുന്നു. ശരി, രാഷ്ട്രീയമായിട്ട് താറടിച്ച് കാട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം തകരാറിലാക്കാൻ, അതുപോലെ അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതം, ഭാവി ജീവിതം തകരാറിലാക്കാൻ, ആ കല്യാണം വരെ അനുകൂലമാക്കാൻ, അതുപോലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം പ്രശ്നത്തിലാക്കാൻ, ഇതൊക്കെ ഒരു യഥാർത്ഥ കേസ് അല്ലെങ്കിൽ സത്യത്തിന്റെ തരിമ്പ് അല്പെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു കേസ് എടുത്തായിരുന്നു പെരുമാറിയിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ അതെടുത്തുപയോഗിച്ചു. അതിന് കാരണമോ, കരുവന്നൂരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ്. ആ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവർക്ക് പണം ലഭിക്കാൻ വേണ്ടി ഒരു പദയാത്ര നടത്തി. ആ പദയാത്രയ്ക്ക് സുരേഷ് ഗോപി നേതൃത്വം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്തോ ഒന്ന് നമുക്ക് എതിരെ വരാനുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അതിനുവേണ്ടിയാണ് ഒരു ചീട്ട് ഇറക്കാൻ വേണ്ടി സമയം നോക്കി നടന്നത്. അപ്പോഴാണ് ഒരു കാടാമ്പുഴത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഹോട്ടൽ റൂമിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയെ പത്രപ്രവർത്തകർ, റിപ്പോർട്ടർമാർ വളഞ്ഞത്. അങ്ങനെ വളഞ്ഞപ്പോഴാണ് അതിൽ കൂട്ടത്തിൽ ഏറ്റവും അടുപ്പം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആ പത്രപ്രവർത്തക, ആ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചത്. ചോദ്യം കുനിഷ്ഠായതുകൊണ്ട് തന്നെ അതൊക്കെ പറയാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചത്, തോളത്ത് കൈവച്ച് തന്നെ പ്രതികരിച്ചത്. പക്ഷെ അതിനുശേഷവും ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും വളരെ ലോഹ്യം പറഞ്ഞുകൊണ്ടും പിരിയുന്നത് നമ്മൾ അതിന്റെ വീഡിയോയിൽ കണ്ടതാണ്. 3ാമതും പേർ വഴിമാറാതെ വഴി അടച്ചു നിന്നപ്പോൾ വഴി മാറ്റി നിർത്തി കടന്നുപോയതും നമ്മൾ അതേ വീഡിയോയിൽ കണ്ടതാണ്. അതിനർത്ഥം 2 തവണയും മാറ്റി നിർത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനഃപൂർവ്വം സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
കൂടുതൽ വകുപ്പുകൾ ചേർത്ത്, ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് പുതുക്കുമ്പോൾ, അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് പിന്നെ എന്താണ് വിളിക്കേണ്ടത്? സത്യത്തിൽ വളരെ ഷെയിം എന്നേ പറയാനുള്ളൂ. കാരണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരാൻ പാടുള്ളതല്ല അത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, അത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഭാവിയിൽ സ്വയം നാണം കെടേണ്ടി വരുന്ന ഒരു കേസായി അത് മാറുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരുമ്പോൾ, അത് ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ വിവരക്കേട് എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. സത്യത്തിൽ സഖാവ് പിണറായി വിജയന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഈ കേസ്. ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വട്ടം ചുറ്റിക്കാം, അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ ഏത് തരത്തിലും വട്ടം ചുറ്റിക്കാൻ വേണ്ടി മാത്രം പോലീസ് സേനയെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഈ അടുത്ത് കണ്ടുവരുന്നുണ്ട്. ഏതായാലും സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം അന്വേഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസ് ഒന്നും കൂടെ കോംപ്ലിക്കേഷൻ ആക്കി ഇദ്ദേഹം മനഃപൂർവ്വം പീഡിപ്പിച്ചു, ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഞാൻ ജാമ്യം എടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് നിൽക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം വരുന്നുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നുണ്ട്. അതിനൊക്കെ മുന്നോടിയായി ഈ പിണറായി വിജയനും കൂട്ടരും കളിക്കുന്ന കളിക്ക് അതേ നാണയത്തെ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാൻ അദ്ദേഹം ജയിലിന് പുറത്ത് വേണം എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടാവും. ഏതായാലും ഇനി സൂക്ഷിക്കണം. ആര്? സഖാവ് പിണറായി വിജയൻ സൂക്ഷിക്കണം. ഇല്ലാത്തൊരു കേസിന്, കള്ളക്കേസിലാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നിങ്ങൾ താരടിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾ കെട്ടിച്ചമച്ച് വെച്ചു കൊടുക്കുന്ന ഒരു കേസിനാണ് അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതത്തെ പോലും നിങ്ങൾ പന്താടുന്നത്. സ്വാഭാവികമായും ഇത് അദ്ദേഹമോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളോ കൈകെട്ടി നോക്കിയിരിക്കില്ല. അധാർമികമായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അധിക വളർച്ച ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ, ഈ പരിപാടികളൊക്കെ, ഈ കള്ളത്തരങ്ങളും ഈ പൊള്ളത്തരങ്ങളും ഈ കള്ളക്കേസും കേസ് കൂട്ടിച്ചേർക്കുന്നതും ഒക്കെ അധികം ആയുസ് അതിനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.